തലശ്ശേരിയിലെ കോട്ട. ഹായ് ഫ്രണ്ട്സ്, ബൈറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ചരിത്ര പ്രാധാന്യമേറിയ തലശ്ശേരിയിൽ ബ്രിട്ടീഷുകാരെ ശക്തരാക്കിയതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള തലശ്ശേരി കോട്ടയും അതിൻ്റെ ചരിത്രവുമാണ്. ഇതിൻ്റെ എൻട്രിയിൽ തന്നെ ഇവിടെ നമുക്കൊരു QR കോഡ് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തലശ്ശേരി കോട്ടേൻ്റെ ചരിത്രവും ഒക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കുറേ വീഡിയോസൊക്കെ തന്നിട്ട് ഒരു വെർച്വൽ ടൂർ നമുക്കിവിടെ പോസിബിളാണ്. ആർക്കിയോളജിക്കൽ സർവേയുടെ കീഴിലുള്ള ഈ ബ്രിട്ടീഷ് ചരിത്ര സ്മാരകത്തിലേക്കുള്ള എൻട്രി ടൈം എന്ന് പറഞ്ഞാൽ മോർണിംഗ് 8 to ഈവനിങ് 6 ആണ്. ആൻഡ് എൻട്രി ഫീയോ പാർക്കിംഗ് ഫീയോ ഒന്നും ചാർജ് ചെയ്യുന്നില്ല, എല്ലാം നമുക്ക് ഫ്രീ ആയിട്ടാണ്. ഇനി നമുക്ക് അകത്ത് പോയിട്ട് നോക്കാം നമ്മുടെ തലശ്ശേരി കോട്ടയ്ക്കകത്ത് എന്തൊക്കെയാണുള്ളത്. അപ്പം നമ്മൾ ഈ സ്റ്റെപ്പ് കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ വലിയൊരു എൻട്രി ഗേറ്റ് കാണാൻ പറ്റും. വലിയൊരു എൻട്രി ഗേറ്റ് തന്നെയാണ്. ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇവിടെ രണ്ട് സ്പേസ് ഉണ്ട്. ഇങ്ങനെ സോൾജേഴ്സിന് പണ്ട് കാവൽഭടന്മാർക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പോലത്തെ രണ്ട് സ്പേസ് ഉണ്ട് ഇവിടെ. നമ്മളിവിടുന്ന് എൻട്രി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ തലശ്ശേരി കോട്ട വന്നിട്ട് നല്ലൊരു സ്ക്വയർ ഷേപ്പിലാണ് കെട്ടിയേക്കുന്നത്. ഇത് പണ്ടൊരു ബ്രിട്ടീഷ് കമ്പനിയുടെ ഫാക്ടറി ആയിട്ടാണ് പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആ ഫാക്ടറിയുടെ ഇതിൽ വരുന്നതാണ്. പക്ഷേങ്കിൽ ഇത് പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം കേരള ഗവൺമെൻറ്റിൻ്റെ പല സ്ഥാപനങ്ങളും ഇവിടെയാണ് പ്രവർത്തിച്ചിരുന്നത്. പിന്നീടാണ് ഇത് ആർക്കിയോളജിക്കൽ സർവേക്ക് കൈമാറുന്നത്. അതിനുശേഷം ഇവിടെ ഉണ്ടായിരുന്ന ഓഫീസൊക്കെ തലശ്ശേരിയിലെ പല സ്ഥലങ്ങളിലായിട്ട് ഷിഫ്റ്റ് ചെയ്തു. നെക്സ്റ്റ് ഇവിടെ കാണുന്ന ഒരു സാധനം കണ്ടോ, ആക്ച്വലി തലശ്ശേരി കോട്ടയിൽ ഞാൻ ഒരുപാട് വട്ടം വന്നിട്ടുണ്ട്. ഇത്രയും നാൾ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇതെന്തോ പീരങ്കിയുടെ അവശിഷ്ടമാണോ എന്നൊക്കെയാണ്. പക്ഷെ ഇത് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫാക്ടറി വർക്ക് ചെയ്യുന്ന സമയത്തുള്ള ഒരു എക്യുപ്മെൻറ്റിൻ്റെ അവശിഷ്ടമാണ്. ഈ റോഡ് കൺസ്ട്രക്ഷനൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്യുപ്മെൻറ്റിൻ്റെ അവശിഷ്ടമാണിത്. പിന്നെ ഇവിടെ കോട്ടേൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നല്ലൊരു പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈവനിങ് ടൈമിൽ ഫാമിലി ആയിട്ടൊക്കെ വന്നിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഇവിടെ വന്നിട്ട് ബോർഡിൽ തലശ്ശേരി കോട്ടയുടെ ഹിസ്റ്ററിനെ കുറിച്ചുള്ള ചെറിയൊരു ബ്രീഫ് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഹിസ്റ്ററി. ഇവിടെ നമുക്ക് ഒരുപാട് തടവറകൾ കാണാൻ പറ്റും. പണ്ട് ഈ ബ്രിട്ടീഷിൻ്റെ കാലത്ത് ആർത്തർ വെല്ലസ്ലി പ്രഭു പഴശ്ശിരാജേനെ വധിക്കാനുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നത് ഇത്തരം അറകളിൽ വെച്ചിട്ടാണെന്ന് പറയപ്പെടുന്നത്. പണ്ടൊക്കെ ഇതിനകത്തോട്ട് നമുക്ക് എൻട്രി ഉണ്ടായിരുന്നു, അകത്ത് വരെ പോയി കണ്ടിട്ട് വരാൻ പറ്റുമായിരുന്നു. പിന്നെ ആ സ്പേസ് മിസ്യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇവിടെ ഈ റെസ്ട്രിക്ഷൻ വന്നത്. തലശ്ശേരി കോട്ടയുടെ മതിലുകൾ ചെങ്കല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഉറപ്പിച്ചേക്കുന്നത് ഈ ചുണ്ണാമ്പും മുട്ടയുടെ വെള്ളയും ശർക്കരയൊക്കെ ചേർന്നിട്ടുള്ള ഒരു മിക്സർ വെച്ചിട്ടാണ്. 1682 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഈ ഒരു 2 ഏക്കർ സ്ഥലത്ത് ഫാക്ടറി കെട്ടി പ്രവർത്തനം ആരംഭിക്കുന്നത്. പിന്നെ 18th സെഞ്ച്വറിയിലാണ് ഈ കാണുന്ന വൻ മതിലുകളൊക്കെ കെട്ടിപ്പൊക്കി ഇതൊരു കോട്ടയുടെ പ്രതീതിയിലോട്ട് വന്നത്. തലശ്ശേരി കോട്ടയുടെ റൈറ്റ് സൈഡിലുള്ള ടോപ്പ് പോയിന്റാണ് കാണാൻ പോകുന്നത്. ഈ ഒരു സ്പോട്ടിലേക്ക് നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് തലശ്ശേരി ടൗണിൻ്റെ ഓൾമോസ്റ്റ് ഒരു ഫുൾ വ്യൂ തന്നെ കാണാൻ പറ്റും. ആൻഡ് ഇപ്പുറത്തെ സൈഡിൽ നല്ല അടിപൊളി അറബിക്കടലിൻ്റെ വ്യൂ ആണ്. പിന്നെ ഈ ഒരു സ്പോർട്ടിനൊരു ഹിസ്റ്ററിയും കൂടിയുണ്ട്. ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് ഇന്ത്യയിൽ തദ്ദേശീയരുമായിട്ട് ക്രിക്കറ്റ് കളിച്ചത് ഈ ഒരു കടൽ തീരത്ത് വെച്ചിട്ടാണ്. പിന്നെ തലശ്ശേരി എല്ലാവർക്കും അറിയാം, മോസ്റ്റ്ലി 3C ആണ് ഫേമസ്: ക്രിക്കറ്റ്, സർക്കസ് ആൻഡ് കേക്ക്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കേക്ക് ബേക്ക് ചെയ്തത് തലശ്ശേരിയിലാണ്. സർക്കസ് കമ്പനി ആരംഭിച്ചത് തലശ്ശേരിയിലാണ്. ആൻഡ് ക്രിക്കറ്റ്. ഇപ്പം നമ്മൾ ഈ കയറി വന്ന സ്ഥലം ഉണ്ടല്ലോ, അതിൽ നിന്ന് നമ്മളിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കോട്ട മതിലിൻ്റെ മുകളിലൂടെ കോട്ട മുഴുവനായിട്ട് ചുറ്റി കാണാൻ പറ്റും. അത് നല്ലൊരു സംഭവമാണ് കേട്ടോ. നമുക്കിങ്ങനെ ഇറങ്ങി താഴെ നടക്കുന്നതിൽ നല്ല കറക്റ്റായിട്ടുള്ള വ്യൂ ആണ്. എല്ലാ സൈഡും കാണാൻ പറ്റും. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ ഒരു 10 മീറ്റർ ഹൈറ്റിലാണ് ഇത് നിർമ്മിച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു 10 മീറ്റർ ഹൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ കയറി ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് ക്ഷീണിച്ചിട്ടു. നന്നായിട്ട് വെള്ളമൊക്കെ എടുത്തിട്ട് വരണം കോട്ടയിൽ വരുമ്പം. ഇവിടെ വേറെ ഈട്രീസ് ഒന്നുമില്ല, നമ്മൾ വെള്ളവും എന്താ കഴിക്കാൻ കൊണ്ടുവന്ന് അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ലെഫ്റ്റ് സൈഡ് കാണാം കോട്ടയുടെ. ഇപ്പോൾ നമ്മൾ റൈറ്റ് സൈഡാണ് കണ്ടത്, ഇനി ലെഫ്റ്റ് സൈഡ് കാണാം. നമ്മൾ മുകളിൽ നിന്ന് അറബിക്കടലിൻ്റെ വ്യൂ കണ്ടില്ലേ, അതുപോലെ താഴെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്ലോസപ്പിൽ നമുക്ക് കാണാൻ പറ്റും. വേണ്ട, ഈ കാണുന്നത് തലശ്ശേരി ജനറൽ ഹോസ്പിറ്റലാണ്. അതിൻ്റെ അപ്പുറത്ത് നല്ല ഞാൻ മുന്നേ കടൽപ്പാലത്തിൻ്റെ വീഡിയോ ഇട്ടായിരുന്നില്ല, അതൊക്കെ ശരിക്കും അടുത്തടുത്താണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് കടൽപ്പാലവും പിന്നെ ഫിഷ് മാർക്കറ്റൊക്കെ ഉള്ളത്. ഇവിടെ നല്ല അടിപൊളി അറബിക്കടലിൻ്റെ വ്യൂ ഉണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് തലശ്ശേരി കോട്ടയുടെ ബാക്ക് ഗേറ്റിലാണ്. ഇതിപ്പോൾ ക്ലോസ്ഡ് ആണ്. ഇവിടെ പണ്ടൊക്കെ ഇവിടെ ഫ്ലവർ ഷോ നടക്കുമായിരുന്നു. ആ സമയത്തൊക്കെ ഈ ഗേറ്റ് ഓപ്പൺ ചെയ്യാറുണ്ട്. പിന്നെ ഈ പിറകിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, കണ്ണൂരിൽ എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ, ചിലപ്പോൾ കേരളത്തിലുള്ള ഒരേ ഒരു ഇംഗ്ലീഷ് ചർച്ചാണിത്. പിന്നെ തലശ്ശേരിയുടെ ക്രിക്കറ്റ് ചരിത്രം ഓർമ്മിപ്പിക്കണം എന്നുള്ള പോലെ ഇവിടെ കുറേ പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെയാണ് സെൻറ്റ് ജോസഫ് സ്കൂൾ. ശിശുരൊക്കെ സെൻറ്റ് ജോസഫ് സ്കൂളിൻ്റെ കിഡാണ്. ആ സമയത്ത് അറാമ്പറപ്പ് കാണിച്ച സ്ഥലമാണ് ഇതൊക്കെ. ഇവിടെ ഒരു പോയിന്റും കൂടെ ഉണ്ട്. ഇത് പണ്ട് തൊട്ടേ ക്ലോസ്ഡ് ആണ്. ഇവിടെ ആർക്കും എൻട്രി ഉണ്ടായിരുന്നില്ല. ഇതൊരു അണ്ടർഗ്രൗണ്ട് പാത്താണ്. ഇത് ഓപ്പൺ ചെയ്യുന്നത് അറബിക്കടലിലേക്കാണ്. അത് പറയുന്നത് പെട്ടെന്ന് ഈ യുദ്ധമോ ഇത് എന്തെങ്കിലും ഒരു വാർ ലൈക്ക് സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ
ഭയങ്കര എക്കോ ആണ് കേട്ടോ. ഞാൻ ഈ പറയുന്നത് അവിടെ നിന്ന് ഇങ്ങനെ എക്കോ കേൾക്കുന്നുണ്ട്. വാർലൈക്ക് സിറ്റുവേഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇവിടുത്തെ മുന്തി ബ്രിട്ടീഷുകാരെയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു സീക്രട്ട് പാത്താണിത്. ഇതിൽ കൂടെ ഇറങ്ങി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ എൻഡ് വന്നിട്ട് അറബിക്കടലിലേക്ക് ഓപ്പണിംഗ് ആണ്. നല്ല എക്കോ ഉണ്ട്. ഇപ്പം നമ്മൾ കാണുന്നതാണ് ഈ തലശ്ശേരി കോട്ടയുടെ ലൈറ്റ് ഹൗസ്. ആൻഡ് ഇത് ഇപ്പോഴും വർക്കിംഗ് ആണ്. ഒരുപാട് മലയാളം മൂവീസിൻ്റെ ഒക്കെ സീൻസിൽ നമ്മൾ കണ്ടിട്ടുള്ളൊരു സ്ഥലമാണിത്. നല്ല അടിപൊളി നല്ല റീൽസും ഷോർട്സും വീഡിയോസൊക്കെ എടുക്കാൻ ഈ ലൈറ്റ് ഹൗസ് എന്തായാലും അപ്രീഷിയേറ്റബിൾ ആണ്. 1602 ഉണ്ടാക്കിയ സാധനം ഇപ്പോഴും വർക്കിംഗ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു അപ്രീഷിയേറ്റ്. അങ്ങനെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ തലശ്ശേരിയിൽ. ഈ കടൽപ്പാലം, മൊയ്തു പാലം, ഇതൊക്കെ മൊയ്തു പാലമൊക്കെ റീസെൻ്റ്ലി ആണിപ്പോൾ കൊളാപ്സ്ഡ് ആയിട്ട് പുതിയ പാലം ഉണ്ടാക്കിയത്. മൊയ്തു പാലമൊന്നും സംരക്ഷിക്കപ്പെട്ടില്ല. എൻ്റെ അഭിപ്രായത്തിൽ അതൊക്കെ സംരക്ഷിക്കപ്പെടേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇതിൻ്റെ എൻട്രി ഗേറ്റ് ഉണ്ട് ഇവിടെ. ഇവിടെ മൊത്തം ഹാർട്ടാണ് കേട്ടോ. മൊത്തം ഹാർട്ടുകളുടെ ഒരു വിപ്ലവം തന്നെയാണ് ഇവിടെ. കുറേ ലവ് സ്റ്റോറീസ് ഉണ്ട് തലശ്ശേരി കോട്ടയിൽ. ഇവിടെ നിൽക്കുന്നത് കോട്ടയുടെ ബാക്ക് സൈഡിലുള്ള റൈറ്റ് പോർഷനിലാണ്. അവിടെ നിന്നിട്ട് നമുക്ക് ഇവിടെ കാണുന്നത് സെൻറ്റ് ജോസഫ് ചർച്ചാണ് ഇവിടെ കാണുന്നത്. പിന്നെ അതിൻ്റെ തൊട്ട് തന്നെ ഉള്ളത് സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ. ശിശുരൊക്കെ പഠിച്ചത് ഇവിടെയാണ്. കറുത്ത പൊന്നായ കുരുമുളകും സുഗന്ധവ്യഞ്ജനങ്ങളും ഒക്കെയാണല്ലോ ബ്രിട്ടീഷുകാരെ നമ്മുടെ നാട്ടിലോട്ട് ആകർഷിപ്പിച്ചത്. അപ്പോൾ ഈ മലയോര പ്രദേശത്തു നിന്നും വയനാട്ടിൽ നിന്നും കുടകിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുന്ന കറുത്ത പൊന്നായ കുരുമുളകും സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ ഈ ഒരു സ്ഥലത്ത് എത്തിച്ച് ഇവിടുന്ന് അതിനെ വേർതിരിച്ചതിന് ശേഷം ഈ ഒരു കടൽപ്പാലം വഴി തുറമുഖത്തിലൂടെ ലോകവിപണികളിൽ എത്തിക്കാനുണ്ടായത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1682 ഈ ഒരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്തത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ. പിന്നീട് ഈ ഫാക്ടറി നന്നായിട്ടൊന്ന് പച്ച പിടിച്ചതിന് ശേഷം റോബർട്ട് ആർതർ ഇവിടെ ഒരുപാട് ബ്രിട്ടീഷ് ക്യാപ്റ്റൻസിനെയും സോൾജേഴ്സിനെയും ഒക്കെ നിയമിക്കുകയുണ്ടായി. അപ്പോൾ ആ സമയത്ത് തലശ്ശേരിയിലെ നാടുവാഴികൾ നല്ല അടിപോര് നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അത് മുതലെടുത്ത് ബ്രിട്ടീഷുകാർ ഇവിടെ വളരെ എളുപ്പത്തിൽ തന്നെ മലബാറിൽ തൻ്റെ ആധിപത്യം സ്ഥാപിച്ചെടുക്കുകയാണ് ഉണ്ടായത്. പിന്നീടുള്ള തലശ്ശേരിയുടെ വളർച്ച മുഴുവനും ഈ കോട്ടയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് മൊത്തത്തിൽ തലശ്ശേരി കോട്ടയെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. ആൻഡ് നിങ്ങൾ ഈ മലബാറിലോട്ടൊക്കെ ഒരു ടൂറൊക്കെ വരികയാണെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യേണ്ടിയിരിക്കേണ്ട സ്ഥലം തന്നെയാണ് തലശ്ശേരി കോട്ടയും. കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെയാണ് തലശ്ശേരിയിലെ കടൽപ്പാലമൊക്കെ. കാരണം ബ്രിട്ടീഷ് ചരിത്രത്തിൽ അത്രയും പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണിത്. അപ്പോൾ ബൈറ്റ്സിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്. കീപ് സപ്പോർട്ടിങ് us. This is Subi signing off from Bites. Bye bye.